ഇന്ത്യയുടെ ഹൃദയം എന്ന് വിളിക്കപ്പെടുന്ന മധ്യപ്രദേശിലെ ഒരു നഗരം, മിനി മുംബൈ എന്നും അറിയപ്പെടുന്ന നഗരം. സൗന്ദര്യവും ശുചിത്വവും ചൈതന്യത്തിനും പ്രശസ്തമായ ഇൻഡോർ. ആ രാത്രി മനുഷ്യബന്ധങ്ങളുടെ അടിസ്ഥാനം തന്നെ കുലുക്കിയ ഒരു വാർത്തയ്ക്ക് സാക്ഷിയാകാനിരിക്കുകയായിരുന്നു ആ നഗരം. ഇതൊരു കുറ്റകൃത്യത്തിന്റെ കഥ മാത്രമല്ല, ഇത് ഒരാൾ ലോകം വിട്ടുപോയ ശേഷവും നെയ്തെടുത്ത ഒരു ഗൂഢാലോചനയുടെ കഥയാണ്. ഡിജിറ്റൽ കാലഘട്ടത്തിലെ കഥ. ഒരു മൊബൈൽ ഫോണിന് ഒരാളുടെ ജീവിതം ഉയർത്താനും കഴിയും. അതേസമയം ഒരാളുടെ നിശബ്ദതയെ ഈ ലോകത്തിന് മുന്നിൽ പ്രദർശനമാക്കാനും കഴിയും. 2026 ഫെബ്രുവരി മാസം 10 രാത്രി ഏകദേശം 11 മണിയോടെ ഒരു MBA കോളേജിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്നിന് പിന്നാലെ ഒന്നായി 11 വീഡിയോകൾ ഷെയർ ചെയ്യപ്പെടുന്നു. ഈ എല്ലാ വീഡിയോകളും ഒരേ പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ നിന്നാണ് പോസ്റ്റ് ചെയ്തത്. ആളുകൾ അത് തുറന്ന് കണ്ട നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം 11 വീഡിയോകളിലും ആവർത്തിച്ച് ഒരേ പെൺകുട്ടിയാണ് കാണപ്പെടുന്നത്. അവൾ ഒരു ആൺകുട്ടിയോടൊപ്പം അതീവ സ്വകാര്യമായ സാഹചര്യത്തിലാണ്. എന്നാൽ ശ്രദ്ധേയമായ കാര്യം, പെൺകുട്ടിയുടെ മുഖം വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ആൺകുട്ടിയുടെ മുഖം ബ്ലർ ചെയ്തിട്ടുണ്ട്. അതിനാൽ ആ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇത് ഉടൻ തന്നെ കോളേജ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ ഗ്രൂപ്പ് അഡ്മിനോട് പറഞ്ഞ് എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അതേസമയം അവർ ആ പെൺകുട്ടിയെ ഫോൺ ചെയ്ത് ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ എത്ര വിളിച്ചിട്ടും അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. മറുവശത്ത് കോളേജ് അധികൃതർ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ച് നാളെ രാവിലെ അടിയന്തരമായി കോളേജിലെത്തണം, നിങ്ങളുടെ മകളെക്കുറിച്ച് സംസാരിക്കാനുണ്ട് എന്നും അറിയിച്ചു. കോളേജിൽ നിന്നും ഈ ഒരു കോള് പോയതിന് പിന്നാലെ ബന്ധുക്കളും മാതാപിതാക്കളെ വിളിക്കാൻ തുടങ്ങി. നിങ്ങളുടെ മകൾക്ക് എന്താണ് സംഭവിച്ചത്, അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നവർ ചോദിക്കാൻ തുടങ്ങി. കാരണം അതേ വീഡിയോസ് അവൾ തന്റെ വാട്സപ്പ് സ്റ്റാറ്റസിലും പോസ്റ്റ് ചെയ്തിരുന്നു. ഇത് കേട്ടപ്പോൾ മാതാപിതാക്കൾ പൂർണ്ണമായും ഞെട്ടിപ്പോകുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഓരോ നിമിഷവും വഷളാകാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് നമ്മുടെ മകൾ ഇങ്ങനെ എല്ലാവരും കാണത്തക്ക വിധം വീഡിയോസ് പോസ്റ്റ് ചെയ്തത്? ഈ ഒരു ചോദ്യമാണ് അവരെ അലട്ടിയത്. എന്നാൽ ആർക്കും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. വീണ്ടും വീണ്ടും പെൺകുട്ടിയെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഫോൺ ഓഫ് തന്നെയായിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ വീഡിയോസ് മുഴുവൻ കോളേജിലും പടർന്നു. അവളുടെ ഫോൺ കോണ്ടാക്ട്സിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഈ വീഡിയോ ലഭിച്ചു. അവൾ എവിടെയാണ് പോയത്, എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യം എല്ലാവരെയും അലട്ടിക്കൊണ്ടിരുന്നു. ഈ കേസിൽ പുറത്തുവന്ന വിവരങ്ങൾ കേട്ടപ്പോൾ പലരുടെയും ഹൃദയം വിറച്ചു. കാരണം അവളോടൊപ്പം ജീവിതം മുഴുവനും കൂടെ ഉണ്ടാകും എന്ന് വാഗ്ദാനം ചെയ്ത ആ ഒരു വ്യക്തി തന്നെയാണ് ഈ സംഭവത്തിന് പിന്നിൽ. സ്വന്തം പ്രിയതമയോട് അവൾ കാട്ടിക്കൂട്ടിയ ക്രൂരതയുടെ കഥ കേൾക്കാൻ പോലും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായി മാറും. ഈ വീഡിയോ അവസാനം വരെയും തീർച്ചയായും കാണുക. കഴിഞ്ഞ കുറച്ചു കാലത്തിനിടെ നിങ്ങൾ കേട്ടതിലും കണ്ടതിലും വെച്ച് വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഒരു കേസായിരിക്കും ഇത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് നമ്മുടെ ചാനലിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക. കൂടെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അവസാനം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഏതെങ്കിലും ഒരു കമന്റും ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമന്റ്സും സബ്സ്ക്രിപ്ഷനുമായിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കുന്നത്. ഇൻഡോർ നഗരത്തിൽ ദ്വാരകാപൂർ ഏരിയയിൽ 2026 ഫെബ്രുവരി മാസം 12 അപ്രതീക്ഷിതമായ ഒരു ദുർഗന്ധം പടരാൻ തുടങ്ങി. ആദ്യം നാട്ടുകാർക്ക് തോന്നിയത് ഏതെങ്കിലും എലി ചത്തതാകാം, അല്ലെങ്കിൽ അഴുക്ക് ചാലിൽ നിന്നുള്ള ദുർഗന്ധമാകാം എന്ന്. ആ ധാരണയിൽ എല്ലാവരും ആ രാത്രി ഉറങ്ങിപ്പോയി. എന്നാൽ ഫെബ്രുവരി മാസം 13 രാവിലെ ആ ദുർഗന്ധം അസഹനീയമായി വർദ്ധിച്ചു. ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായി, ഇതൊരു മൃഗത്തിന്റെ ദുർഗന്ധമല്ല, ഒരാളുടെ മൃതദേഹത്തിൽ നിന്നുള്ള ദുർഗന്ധമാകാം. ആ ഗന്ധം വരുന്ന ഭാഗത്തേക്ക് ആളുകൾ പതിയെ നീങ്ങി തുടങ്ങി. ഒടുവിൽ അതൊരു അടച്ചിട്ട മുറിക്കുള്ളിൽ നിന്നാണ് വരുന്നതെന്ന് കണ്ടെത്തി. ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുന്നു. കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ പോലീസ് സ്ഥലത്തെത്തി. വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോൾ കട്ടിലിന് മുകളിൽ വസ്ത്രങ്ങളില്ലാതെ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കിടക്കുന്നതാണ് കണ്ടത്. അവൾ ഇനി ഈ ലോകത്തിൽ ഇല്ല. എന്നാൽ അതിലും ഭീകരമായ കാര്യം അവളോട് കാണിച്ച ക്രൂരതയായിരുന്നു. മരണത്തിന് ശേഷവും ആ ഡെഡ് ബോഡി കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ആ ഒരു സാഹചര്യം. ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു. ആ മുറിയുടെ ഉടമയെ വിളിച്ച് ചോദ്യം ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഈ ഒരു മുറി പഠിക്കാൻ ഗ്രാമത്തിൽ നിന്ന് വന്ന പീയൂഷ് താദ്യ എന്ന യുവാവിന് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് എന്ന്. അവന്റെ ഫോൺ നമ്പർ കണ്ടെത്തി വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. മുറിയിൽ നിന്നും ലഭിച്ച രേഖകളിലൂടെ അവന്റെ പിതാവായ ഘനശ്യാമിനെ ബന്ധപ്പെട്ടു. അദ്ദേഹം ഒരു കട നടത്തുകയാണ്. ഫോൺ വിളിച്ച പോലീസ് ചോദിച്ചു, നിങ്ങളുടെ മകൻ എവിടെയാണെന്ന്. അദ്ദേഹം മറുപടി നൽകി, അവൻ ഇൻഡോറിൽ പഠിക്കാൻ പോയിരിക്കുകയാണ് എന്ന്. അതായത്
തന്റെ മകൻ എന്ത് ചെയ്തു എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു അറിവുമില്ലായിരുന്നു. ഇപ്പോൾ പോലീസ് ഘനശ്യാമിനോട് പറഞ്ഞു, നാളെ രാവിലെ പോലീസ് സ്റ്റേഷനിലെത്തണം, ചില ചോദ്യം ചെയ്യലുകൾ ഉണ്ടെന്ന്. അടുത്ത ദിവസം തന്നെ ഈ പീയൂഷിന്റെ പിതാവ് പോലീസ് സ്റ്റേഷനിലെത്തി. മറുവശത്ത് അന്വേഷണം തുടരുകയാണ്. ചുറ്റുമുള്ള PGകളിലും വാടക മുറികളിലും പഠനാർത്ഥം മറ്റു ഗ്രാമങ്ങളിൽ നിന്ന് വന്ന ചില വിദ്യാർത്ഥികൾ താമസിച്ചിരുന്നു. പോലീസ് അവരിൽ നിന്നെല്ലാം വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഒരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വന്നു. ഈ മുറിയിൽ മുൻപൊരു പെൺകുട്ടി വരാറുണ്ടായിരുന്നു സ്ഥിരമായി. ഇപ്പോൾ കണ്ടെത്തിയ മൃതദേഹം അതേ പെൺകുട്ടിയുടേതാകാമെന്നൊരു സംശയം വരുന്നു. ഉടൻ തന്നെ ആ പെൺകുട്ടിയുടെ മുഴുവൻ രേഖകളും പോലീസ് ശേഖരിക്കാൻ തുടങ്ങി. അച്ഛൻ ആരാണ്, വീട്ടുകാർ ആരൊക്കെയാണ് എന്നിങ്ങനെ. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ആ പെൺകുട്ടിയുടെ അച്ഛന്റെ ഫോൺ നമ്പർ കണ്ടെത്തുന്നു. പോലീസ് വിളിച്ചുടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അച്ഛൻ സ്ഥലത്തെത്തിയപ്പോൾ കിടക്കപ്പുറത്ത് ആ അവസ്ഥയിൽ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അദ്ദേഹം കണ്ടു. അദ്ദേഹം പൂർണ്ണമായും വിറച്ചു നിന്നുപോയി. മുഖം വ്യക്തമായി കാണാൻ സാധിച്ചില്ല. തിരിച്ചറിയാൻ കഴിയുന്ന മറ്റേതെങ്കിലും അടയാളം ഉണ്ടോ എന്ന് നോക്കി. പതിയെ അദ്ദേഹത്തിന്റെ ശ്രദ്ധ പെൺകുട്ടിയുടെ കാലുകളിലേക്ക് പോകുന്നു. അവൾ ധരിച്ചിരുന്ന സോക്സ് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് സത്യം മനസ്സിലായത്. അത് തന്റെ സ്വന്തം മകളുടേതാണ്. അദ്ദേഹം അവിടെ തന്നെ ഇരുന്ന് കരയാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. അവിടെ അത്യന്തം ദുഃഖഭരിതമായ ഒരു അന്തരീക്ഷം രൂപപ്പെടുന്നു. പോലീസ് അദ്ദേഹത്തെ ഇരുത്തി തുടർന്ന് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. നിങ്ങളുടെ മകൾ ഇവിടെ എങ്ങനെ എത്തി? നിങ്ങളുടെ മകളെ കാണാതായിട്ട് എത്ര ദിവസമായി? ആരാണ് അവളെ ഇവിടെ കൊണ്ടുവന്നത്? ഇപ്പോൾ അച്ഛൻ തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ഫെബ്രുവരി മാസം 10-ന് അദ്ദേഹം തന്റെ മകളെ ആധാർ കാർഡിലെ പേര് മാറ്റുന്നതിനായി ഓഫീസിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അന്ന് അവിടെ വലിയ തിരക്കായിരുന്നു. അതുകൊണ്ട് ഒരുപാട് സമയമെടുത്തു. അതിനാൽ അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി. മകൾ അവിടെ തന്നെയായിരുന്നു. അല്പസമയം കഴിഞ്ഞ് മകൾ അച്ഛനോട് വിളിച്ചു പറഞ്ഞു, എനിക്ക് കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട്, ഞാൻ വീട്ടിലേക്ക് വന്നുകൊള്ളാമെന്ന്. രാത്രി ഒരു 9 മണിയോടെ മകൾ തന്റെ ഇളയ സഹോദരിക്ക് ഒരു മെസ്സേജ് അയച്ചു. ഇന്ന് ഞാൻ ഇവിടെ തന്നെ താമസിക്കാം. ഇവിടെ ഒരു സുഹൃത്തിന്റെ മുറിയുണ്ട്. നാളെ രാവിലെ ആധാർ കാർഡിന്റെ ജോലിയും കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരാമെന്ന്. സഹോദരി ഇപ്പോൾ ചോദിച്ചു, രാത്രി അവിടെ താമസിക്കാൻ എന്താണ് കാരണമെന്ന്. അതിനവൾ പറഞ്ഞത്, എന്റെ സുഹൃത്തിന്റെ പിറന്നാൾ ഇന്നാണ്, അത് ആഘോഷിക്കാൻ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണെന്ന്. ഇത് കേട്ട സഹോദരി പറഞ്ഞത്, ഇത് നിനക്ക് പപ്പയോട് തന്നെ നേരിട്ട് പറയാമായിരുന്നില്ലേ എന്ന്. അതിനവളും, ഇല്ല, പപ്പയ്ക്ക് ടെൻഷനായിരിക്കും, നീ ഒരല്പസമയം കഴിഞ്ഞ് അച്ഛനോട് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും അവൾ സഹോദരിക്കൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ഞാൻ പോകുന്നു, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന്. ആദ്യം സഹോദരി ഇതൊരു സാധാരണ മെസ്സേജ് ആണെന്ന് കരുതി. എന്നാൽ ഒരു അല്പസമയത്തിനുള്ളിൽ കോളേജിൽ നിന്നും അച്ഛനൊരു ഫോൺ കോൾ വന്നു. സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അറിയിച്ച് അദ്ദേഹത്തെ കോളേജിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അതേസമയം ബന്ധുക്കളുടെ കോളുകളും എത്തിത്തുടങ്ങി. വാട്സപ്പിലെ ചില വീഡിയോസ്, മെസ്സേജ് എല്ലാം കാണുന്നു. ഒരച്ഛന് കാണാൻ പോലും ലജ്ജാകരവും ഹൃദയം തകർക്കുന്നതുമായ കാഴ്ചകളും കാര്യങ്ങളും അദ്ദേഹം എല്ലാം കണ്ട് തകർന്നങ്ങനെ ഇരുന്നു. കോളേജിൽ നിന്നും ഫോൺ വന്ന സമയത്ത് അച്ഛന് മനസ്സിലാകുന്നു, മകൾ കാണാതായിരിക്കുകയാണ്, ഫോൺ എടുക്കുന്നില്ല, എവിടെയാണെന്നറിയില്ല. രാത്രി കടന്നു പോകുന്നു. അടുത്ത ദിവസം രാവിലെ അച്ഛൻ പോലീസ് സ്റ്റേഷനിലെത്തി. മകളെ കാണാനില്ല എന്നൊരു പരാതി നൽകി. പോലീസ് ഉടൻ തന്നെ തിരച്ചിൽ ആരംഭിച്ചു. ഇവിടെ സംഭവിച്ചൊരു വിചിത്രമായ യാദൃശ്ചികതയുണ്ട്. പോലീസ് അവളെ അന്വേഷിച്ച് നടക്കുമ്പോൾ അവളെ പൂട്ടിയിട്ടിരുന്ന ആ മുറിക്ക് അടുത്തുവരെയും പോലീസ് എത്തിയിരുന്നു. പക്ഷെ വാതിൽ പൂട്ടിയ നിലയിൽ കണ്ടതോടെ അവർ തിരികെ പോയി. ആ സമയത്ത് അവർ ആ വാതിൽ തുറന്നിരുന്നെങ്കിൽ അന്നത്തെ ദിവസം തന്നെ അവൾ അകത്തുള്ളത് കണ്ടെത്തിയേനെ. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. മറുവശത്ത് ഈ ആൺകുട്ടിയുടെ ഫോൺ എല്ലായ്പ്പോഴും സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്നാൽ പെൺകുട്ടിയുടെ ഫോൺ ഇടയ്ക്കിടെ ഓൺ ആകുന്നുണ്ട്. പോലീസ് ഫോൺ ട്രാക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലായത്, ഫോൺ ഓൺ ആകുന്ന ഓരോ തവണയും അത് ഇൻഡോറിൽ നിന്നും 100-200 കിലോമീറ്റർ അകലേക്ക് മഹാരാഷ്ട്ര ദിശയിലേക്ക് നീങ്ങുകയാണ്. ഉടൻ തന്നെ പോലീസ് ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. ആ സംഘം മഹാരാഷ്ട്രയിൽ പോയി. ഒടുവിൽ മുംബൈ നഗരത്തിലെ അന്ധേരി ഭാഗത്തുള്ള ഒരു പാലത്തിനടിയിൽ നിന്നാണ് ഈ യുവാവിനെ കണ്ടെത്തിയത്. അവനെ അറസ്റ്റ് ചെയ്ത് വേഗത്തിൽ ഇൻഡോറിലേക്ക് കൊണ്ടുപോയി. അവിടെ ചോദ്യം ചെയ്യലിനിടെ അവൻ മുഴുവൻ കഥയും തുറന്നു പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞതിന്റെ അവസാന ഭാഗം കേട്ടാൽ നിങ്ങൾക്ക് പോലും അവനെ ഒരു മാനസിക അസ്വസ്ഥനായ ആളായി തോന്നിയേക്കാം. കാരണം ഇതുവരെ നിങ്ങൾ കേട്ടതുപോലും അത്ര ഭീകരമല്ല. എന്നാൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ അതിലും ഇരുണ്ടതാണ്. അവന്റെ മൊഴി പ്രകാരം 2024 സെപ്റ്റംബർ മാസം 8-നാണ് ഈ പെൺകുട്ടി അവൻ ആദ്യമായി കാണുന്നത്. ആദ്യ പരിചയത്തിന് ശേഷം ഇരുവരും നല്ല സുഹൃത്തുക്കളായി. പിന്നീട് ബന്ധം കൂടുതൽ അടുത്തു. അവർ പ്രണയത്തിലായി. പഠനം പൂർത്തിയാക്കിയ ശേഷം വിവാഹം കഴിക്കാമെന്ന് ഇരുവരും തീരുമാനിച്ചിരുന്നു. ആൺകുട്ടിയുടെ പേര് പീയൂഷ്, പെൺകുട്ടിയുടെ പേര് ഖുഷ്ബു. ഇൻഡോറിൽ അവൻ പലതവണ താമസ സ്ഥലം മാറ്റി. എത്ര മുറികൾ എടുത്താലും ഓരോ സ്ഥലത്തും അവൾ അവനെ കാണാൻ എത്തിയിരുന്നു. ഇങ്ങനെ അവരുടെ പ്രണയം ശക്തമാവുകയായിരുന്നു. പക്ഷെ പതിയെ പതിയെ അവന് അവളോട് സംശയം തോന്നി തുടങ്ങി. ഒരു ദിവസം അവളുടെ ഫോൺ അവന്റെ കയ്യിൽ കിട്ടി. ഫോൺ ലോക്കില്ലായിരുന്നു. അങ്ങനെ ഇൻസ്റ്റഗ്രാം തുറന്നു. അതിൽ നിന്ന് മനസ്സിലായി അവൾ മറ്റൊരാളുമായി സംസാരിക്കുകയാണ്. വിവാഹം വരെയും ആലോചിച്ചിരിക്കുന്ന തങ്ങളുടെ ബന്ധത്തിനിടയിൽ ഈയൊരു കാര്യം അവനെ വല്ലാതെ ഞെട്ടിച്ചു. എന്നാൽ അവൻ അവളോടൊന്നും തുറന്നു ചോദിച്ചില്ല.
പകരം അവളോട് ഇടയ്ക്കിടെ ചോദിക്കും, നമ്മൾ വിവാഹം കഴിക്കുമോ എന്ന്. എന്നാൽ അവൾ 1% പോലും സംശയം വരാത്ത രീതിയിൽ മറുപടി നൽകും, എൻ്റെ മുഴുവൻ ജീവിതവും നിന്നോടൊപ്പം ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. ഇത് കേട്ട് അവന്റെ മനസ്സിൽ ഭയം വളർന്നു. വിവാഹത്തിന് മുൻപ് ഇങ്ങനെയാണെങ്കിൽ വിവാഹത്തിന് ശേഷം എന്താകുമെന്ന ചിന്ത അവന്റെ ഉള്ളിൽ ഒരു വിഷയമായി അടഞ്ഞു. അവൻ തീരുമാനിച്ചു, ഇനി അവളോട് ഇങ്ങനെ പെരുമാറിയാൽ ശരിയാകില്ല എന്ന്. അങ്ങനെ 2026 ഫെബ്രുവരി മാസം 10 അവളെ തന്റെ മുറിയിലേക്ക് ക്ഷണിച്ചു. അവൾ എത്തുന്നതിന് മുൻപ് തന്നെ അവൻ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി ചില ശക്തിയേറിയ മരുന്നുകൾ വാങ്ങി കഴിച്ചു. ശേഷം മുറിയിലേക്ക് പോയി. പെൺകുട്ടി മുറിയിലെത്തി. അവൻ അവളോട് പറഞ്ഞു, നിനക്ക് ഇന്നൊരു സർപ്രൈസ് ഉണ്ട്. ഇങ്ങനെ മധുര വാക്കുകൾ പറഞ്ഞ് അവളെ വിശ്വസിപ്പിച്ചു. തുടർന്ന് അവളുടെ കൈകളും കാലുകളും കെട്ടി, വായിൽ തുണി കെട്ടി. എന്നിട്ട് അവളോട് അതിക്രമം നടത്തി. അല്പസമയത്തിനുള്ളിൽ ഈ ക്രൂരതകൾ താങ്ങാനാകാതെ അവൾ മരിക്കുകയും ചെയ്തു. എന്നാൽ ആ ക്രൈം അവിടെ അവസാനിച്ചില്ല. അതാണ് അതിന്റെ തുടക്കം. രാത്രി ഏകദേശം 9 മണിയോടെ അവൻ അവളുടെ ഫോൺ എടുത്തു. ഇളയ സഹോദരിക്ക് ഒരു മെസ്സേജ് അയച്ചു, ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. അതിനുശേഷം അവൻ കഴിച്ച മരുന്നുകളുടെ സ്വാധീനത്തിൽ അവൾ മരിച്ച ശേഷം പോലും അവളോട് അത്യന്തം അസ്വാഭാവികവും മനുഷ്യത്വത്തിന്റെ അതിരുകൾ കടന്ന പ്രവൃത്തികൾ ചെയ്തു. അവളിനി ഈ ലോകത്തിൽ ഇല്ല. പക്ഷേ സാധാരണ മനുഷ്യർ പോലും പേടിക്കുന്ന കാര്യങ്ങളാണ് അവൻ ചെയ്തത്. എന്നാൽ ഏതൊരു പേടിയുമില്ലാതെ അവൻ ചെയ്തു. ഇതോടെ അവന്റെ അടുത്ത പൈശാചികത തുടങ്ങി. അവൻ പെൺകുട്ടിയുടെ ഫോണിൽ നിന്ന് തന്നെ ഇവരുടെ ചില സ്വകാര്യ വീഡിയോസ് പെൺകുട്ടിയുടെ ഫോണിലെ എല്ലാ കോണ്ടാക്ട്സിലേക്കും അയച്ചു. അവളുടെ വാട്സപ്പിലെ സ്റ്റാറ്റസ് ആക്കി വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം അയച്ചു. കഴിയുന്നത്ര ആ വീഡിയോ എല്ലാവർക്കും അവൻ അയച്ചു കൊടുത്തു. അതിനുശേഷം അവൻ നലസോപാര എന്ന സ്ഥലത്തേക്ക് പോയി. ഈ നലസോപാര എന്നത് മഹാരാഷ്ട്ര സംസ്ഥാനത്തിലെ പഖർ ജില്ലയിലെ ഒരു പ്രദേശമാണ്. അവിടെ ചെന്ന ശേഷം യൂട്യൂബിൽ നിന്നും പഠിച്ച ചില വിചിത്രമായ കാര്യങ്ങൾ അവൻ ചെയ്യാൻ തുടങ്ങി. ചില ചൂടികൾ, നാളികേരം, സിന്ദൂരവും ഒക്കെ വാങ്ങി റോഡരികിലിരുന്നു. യൂട്യൂബിൽ അവൻ കണ്ടത് ഒരു മരിച്ച വ്യക്തിയുടെ ആത്മാവിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്ന തരത്തിലുള്ള വീഡിയോസ് ആയിരുന്നു. അവയിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രങ്ങൾ അവൻ ജപിക്കാൻ തുടങ്ങി. അവന്റെ ധാരണ താൻ സ്നേഹിച്ച പെൺകുട്ടിയുടെ ആത്മാവിനെ തിരിച്ചു വിളിച്ച് തന്റെ വശത്താക്കാമെന്ന്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, അത്തരത്തിലുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിൽ സംഭവിക്കില്ല. പോലീസ് ചോദ്യം ചെയ്യലിനിടെ അവൻ ഈ മുഴുവൻ കഥയും പറയുമ്പോൾ ഒരു വനിതാ കോൺസ്റ്റബിൾ പോലും കരഞ്ഞുപോയി. സ്വന്തം പ്രണയിനിയോട് ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അങ്ങനെ ഒരു ചോദ്യമാണ് അവരെ തകർത്തത്. ആ പ്രൈവറ്റ് വീഡിയോസ് എല്ലാം ഇങ്ങനെ സ്റ്റാറ്റസ് ആക്കുമ്പോഴും എല്ലാവർക്കും അയച്ചു കൊടുക്കുമ്പോഴും താൻ സ്നേഹിച്ച പെൺകുട്ടിയുടെ മാനം അവിടെ നഷ്ടമാകുമെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷെ അവൻ ചെയ്തത് അതിനുവേണ്ടി തന്നെയായിരുന്നു. അവന് വേണ്ടത് സ്വയം രക്ഷപ്പെടുക മാത്രമാണ്. മുംബൈയിൽ ചെന്ന് പുതിയൊരു സിം വാങ്ങി ഒളിച്ചിരിക്കാനായിരുന്നു പദ്ധതി. പക്ഷെ അവൻ അറിയില്ലായിരുന്നു, സാങ്കേതിക വിദ്യ എത്ര സഹായകരമോ അത്ര തന്നെ കുറ്റവാളികൾക്ക് അത് ശത്രുവുമാകുമെന്ന്. അതേ മൊബൈൽ ഫോൺ തന്നെയാണ് പോലീസിനെ അവന്റെ അടുത്തേക്ക് എത്തിച്ചത്. പീയൂഷിന്റെ ഈ ഒരു പ്രവൃത്തി ദേഷ്യം മനുഷ്യനെ എത്ര ദൂരത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നുവെന്ന് കാണിക്കുന്നു. ജീവിച്ചാലും മരിച്ചാലും ഒരുമിച്ച് എന്ന് വാഗ്ദാനം ചെയ്ത പെൺകുട്ടിയുടെ ജീവിതം അവൻ തന്നെ നശിപ്പിച്ചു. അവളുടെ ജീവൻ എടുത്തത് മാത്രമല്ല, മരിച്ചു കഴിഞ്ഞ ശേഷവും അവളുടെ മാനം നശിപ്പിക്കാൻ ശ്രമിച്ചു. 3 ദിവസം ആ ജീവനറ്റ ശരീരം ആ മുറിയിൽ പൂട്ടിക്കിടന്നു. അതേസമയം പ്രതി ഭയമില്ലാതെ പുറത്ത് സഞ്ചരിച്ചു. ഇതൊരു കുറ്റകൃത്യം മാത്രമല്ല, ഒരു വഞ്ചനയുടെ കഥ കൂടിയാണ്. ഇപ്പോൾ പോലീസ് പീയൂഷിനെ എല്ലാം നടന്ന അതേ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുവന്നു. അന്ന് കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ പോലീസ് ശ്രമിച്ചു. പീയൂഷ് ഒറ്റയ്ക്കാണോ ഇതെല്ലാം ചെയ്തത്, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ, എല്ലാം അന്വേഷിക്കുന്നുണ്ട്. വീഡിയോ വൈറലാക്കിയത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനോ, അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നോ? ഇക്കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. ഫോറൻസിക് സംഘം ആ മുറിയിൽ നിന്നുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചു. ആ വസ്തുക്കളും മൊബൈൽ ഫോൺ, ബെഡ്ഷീറ്റ് ഇവയെല്ലാം കോടതിയിൽ പീയൂഷിനെതിരെ സാക്ഷ്യം പറയും. ഈ സംഭവം ഇന്തോറിനെ തന്നെ നടുക്കിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ആശങ്കയിലാണ്. ആരെ വിശ്വസിക്കണം എന്ന ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ ഉയരുന്നുണ്ട്. വിദ്യാഭ്യാസമുള്ള ഒരു യുവാവിനെ ജീവിത പങ്കാളിയായി കരുതിയ ആ പെൺകുട്ടിക്ക് അവൻ തന്നെ തനിക്കൊരു ദിവസം ഭീഷണിയാകുമെന്നുള്ളത് അറിയില്ലായിരുന്നു. ഖുഷ്ബുവിന്റെ അച്ഛൻ തകർന്ന നിലയിലാണ്. അദ്ദേഹം ഇടയ്ക്കിടെ പറയുന്നത് ഒന്ന് മാത്രം, എന്റെ മകൾക്ക് പൂർണ്ണ നീതി വേണമെന്ന്. സമൂഹത്തിലും വലിയ പ്രതിഷേധമാണ്. കടുത്ത ശിക്ഷ വേണമെന്ന് എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്. ഈ കഥ നമ്മെ പല പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ഒരാളെ വിശ്വസിക്കുന്നത് തെറ്റല്ല, പക്ഷെ സ്വന്തം സുരക്ഷ പോലും അവഗണിക്കുന്ന അത്ര കണ്ണടച്ച് വിശ്വസിക്കുന്നത് അപകടകരമാണ്. ഖുഷ്ബു വീട്ടിൽ സത്യം പറഞ്ഞില്ല, അതൊരു പിഴവായിരുന്നു. അവൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് തുറന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരാൾ സഹായിക്കാൻ എത്തിയേനെ. അല്ലെങ്കിൽ പീയൂഷ് ഇത് ചെയ്യാൻ ഭയപ്പെടുമായിരുന്നു. രണ്ടാമതായി, ഡിജിറ്റൽ ലോകത്തിന്റെ അപകടങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ എപ്പോഴാണ് പൊതുവേദിയിലെത്തി അത് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുക എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ഈ കേസിൽ ടെക്നിക്കൽ സർവൈലൻസ് ശരിയായി ഉപയോഗിച്ച് പ്രതിയെ വളരെ വേഗത്തിൽ കണ്ടെത്തിയ പോലീസിനെ അഭിനന്ദിക്കണം. പക്ഷേ നഷ്ടപ്പെട്ട ജീവൻ ഒരിക്കലും തിരികെ കൊണ്ടുവരാൻ ആരെക്കൊണ്ടും സാധിക്കില്ല.
ഒരച്ഛൻ്റെ സ്വപ്നം, ഒരമ്മയുടെ പ്രതീക്ഷ, അവയെല്ലാം ആ ഒരു മുറിക്കുള്ളിൽ അവസാനിച്ചു. ഇപ്പോൾ അവശേഷിക്കുന്ന ഏക പ്രതീക്ഷ കോടതിയാണ്. ഖുശ്ബുവിന് നീതി ലഭിക്കണം. ഇത്തരത്തിലുള്ള കുറ്റവാളികൾക്ക് മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന തരത്തിൽ ഒരു ശിക്ഷ ലഭിക്കണം. കോടതി അവൻ എന്ത് വിധി നൽകുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു സംഭവം നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടിൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ കുട്ടികളുമായി, നമ്മുടെ സുഹൃത്തുക്കളുമായി നമ്മൾ തുറന്ന് സംസാരിക്കണം. അവർ മനസ്സിലാക്കണം, ജാഗ്രതയോടെ ഇരിക്കണം, സുരക്ഷിതരായിരിക്കണം. കാരണം കുറ്റകൃത്യങ്ങൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെയാണ് വരുന്നത്. ചിലപ്പോഴൊക്കെ അപകടം നമ്മുടെ സ്വന്തം ആളുകൾക്കിടയിൽ തന്നെ ഒളിച്ചിരിക്കും. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രതിക്ക് എന്ത് ശിക്ഷ നൽകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഈ കഥ മറ്റുള്ളവരെയും ജാഗ്രതപ്പെടുത്തുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുവെന്നുണ്ടെങ്കിൽ ദയവായി അവർക്കും ഇത് ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള യഥാർത്ഥ ക്രൈം കേസുകളെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.